Good morning, guys. Welcome to day 15 of our Kerala to Kashmir epic journey. അങ്ങനെ നമ്മൾ ഇന്ന് ലേയിൽ നിന്നും ചെക്ക്ഔട്ട് ചെയ്ത് പാങ്ങോങ് ലേക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. വി ആർ ഗോയിങ് ടു പാങ്ങോങ് ലേക്ക്. അപ്പൊ ഇന്നലത്തെ ദിവസം നമ്മൾ ഫുള്ള് ലേ റെസ്റ്റും സ്റ്റേയിലൂടെ ഇങ്ങനെ ചെറിയ സിറ്റി ടൂറൊക്കെ ആയിരുന്നു. ലേ മാർക്കറ്റ്, ശാന്തി സ്തൂപ അങ്ങനെ കറങ്ങി നടന്നു. ഇന്നാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ശരിക്കും. അപ്പോ പാങ്ങോങ് ലേക്ക് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും. 3 Idiots സിനിമയിലെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ആ ലേക്കില്ലേ, ഇറ്റ്സ് വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. സോ അവിടെ പോവാണ്. ഇന്ന് നമ്മൾ അവിടെ ആയിരിക്കും സ്റ്റേ. സോ ഇന്ന് ലേയിലേക്കാളും ടെമ്പറേച്ചർ ഉണ്ട് അവിടെ രാത്രിയില്. അപ്പൊ ഗൈസ് ഇപ്പൊ സമയം 10:50. ഇവിടുന്ന് ഏകദേശം 3 hours 50 minutes ആണ് കാണിക്കുന്നത്. 165 kilometers ടു പാങ്ങോങ്. നമ്മൾ ഇന്നലെ ആക്ച്വലി സ്റ്റേ ബുക്ക് ചെയ്തായിരുന്നു. നമ്മൾ എന്തായാലും റെസ്റ്റ് എടുത്തിരിക്കുവായിരുന്നു. സോ നമുക്കൊരു സ്റ്റേ കിട്ടിയ ഒരു ഹോട്ടലാണ്. ഹോട്ടലല്ല, ഹൗസ്, ഒരു വീടാണ് പാങ്ങോങ് ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓക്കെ, അവിടെ റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഹോട്ടലല്ലേ? വീടാണ്, ഹോം സ്റ്റേ ആണോ? റിയലി? ഓക്കെ, അപ്പൊ ഹോം സ്റ്റേ ആണ്. ഹോട്ടലും കൂടെയാണ്. ഏതെങ്കിലും എന്തായാലും നമ്മൾ അവിടെ പോകുന്നത് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഹോട്ടലാണോ ഹോം സ്റ്റേ ആണോ? Driver G is very concentrated on driving. And I am testing the brakes and all those stuff. Okay, good. Fine, all good. ഇന്നലെ ഒരു ഓയിൽ ഇത് കാണിച്ചായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ കുറച്ച് മറ്റേ ചൂടുവെള്ളമൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. കൂളന്റിലും കൂടുതൽ ചൂടുവെള്ളമല്ല, കൂളന്റിൽ നോർമൽ വെള്ളവും കുറച്ചൊരു കുറവുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇതില് എന്താ പറയാ, വൈപ്പർ വാഷറിലും കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അത് ഫ്രീസ് ആയി പോയായിരുന്നു. അതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി പാങ്ങോങ് ലേക്കിൽ നോക്കട്ടെ. മിക്കവാറും പോണ്ടി വരില്ലായിരിക്കും. ഇപ്പൊ കുഴപ്പമില്ല വണ്ടി. എവിടെ? മഹേന്ദ്രയിലോട്ട് കൊണ്ടുവരും. മഹേന്ദ്രയിലോട്ട് ഇനി പോണ്ടി വരും തോന്നുന്നില്ല. അങ്ങനെ കുറെ തപ്പി അവസാനം വെള്ളമുള്ള ഒരു സർവീസ് സെന്റർ നമ്മൾ കണ്ടുപിടിച്ചു. എന്റെ മോനെ രക്ഷപ്പെട്ടു. അതെ, കുറെ അടുത്ത് നമ്മൾ കേറി ചോദിച്ചു. പക്ഷെ അവിടെ ഒക്കെ ഐസാന്നാണ് പറഞ്ഞത്. ഫുള്ള് പൊടിയാണ് ഈ വണ്ടിയിൽ, അതാണ് പ്രശ്നം. നമുക്ക് വണ്ടി ഡോർ തുറക്കാൻ വരെ പറ്റുന്നില്ല. ഫുള്ള് നമ്മുടെ ഡ്രസ്സിൽ മൊത്തം ആവുകയാണ്. അതെ, ഭയങ്കര പൊടിയാണ് ഗൈസ്. നമുക്ക് എന്തായാലും കഴിയേ പറ്റത്തുള്ളൂ. അപ്പൊ അതുമോൻ പോയി നോക്കിയിട്ട് വരൂ. വാവ്, നമ്മുടെ കാർ വെള്ളം കണ്ടേ. വെള്ളം കണ്ടിട്ട് 3 ദിവസമായി. പക്ഷെ കാറൊന്ന് വെള്ളം കണ്ടു ഗൈസ്. അതുമോനല്ലേ അത്? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചേ. അല്ലല്ല, അതുമോൻ 4 ദിവസം, 3 ദിവസം, നാഷ്മോൻ ഒരാഴ്ച. സ്വയം കുളിച്ചില്ലെങ്കിലും കാറിനെ കുളിപ്പിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ് ഫ്രണ്ടിൽ കാണുന്നത്. അതുമോൻ നല്ല പൊടിമണം. മേളിലൊക്കെ ക്ലിയർ ആയി. വാവ്, കഴിഞ്ഞോ? അതേടാ, അത് ഇരുന്നു. അത്ഭുതമായ കാഴ്ചകൾ. ദിസ് ഈസ് നോട്ട് മൈ ഹസ്ബൻഡ്. കേറി നിന്നൊക്കെ തുടങ്ങിയത് ഗൈസ്. അതിന്റെ മുഖം എനിക്കിപ്പം ഊഹിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കാറൊക്കെ കുട്ടപ്പനാക്കി നമ്മള് ഫ്രണ്ടിലോട്ട് പോവാണ്, പാങ്ങോങ്ങിലോട്ട്. മഞ്ഞുമല കാണാൻ തുടങ്ങി കേട്ടോ. പിന്നെ അതെ, അങ്ങ് കാണാം. ഇതെന്തോ അല്ലേ, ഈ മരങ്ങളൊക്കെ ഫുൾ ഉണങ്ങി നിൽക്കുന്നു. വിന്ററിന്റെ ഉണങ്ങിയ മരങ്ങൾ. ഇതെന്താണ്? അതെന്തോ ഒരു ടെമ്പിളാ കേട്ടോ. എന്തോ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയോ ടെമ്പിൾ. അത് ടെമ്പിൾ എന്തോ ആണ്. നമ്മൾ ഇന്നലെ ഇത് കണ്ടായിരുന്നു, ഈ സ്റ്റാച്ചു രാത്രി വരുമ്പോ കണ്ടായിരുന്നു. നമ്മളെന്തോ ശിവരാന്നോ എന്തോ പറഞ്ഞതാണ്. പക്ഷെ വേറെന്തോ ആണ് സംഭവം. മാറിപ്പോയി ഗൈസ്. അതെ, കണ്ടിട്ട് എന്തോന്നും മനസ്സിലാവുന്നില്ല. എന്തോ ടിബറ്റൻ പോലെ ഉണ്ട്. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഇത് അടുത്ത മൊണാസ്ട്രിയോ ടെമ്പിളോ എന്തോ ആണ്. എന്തായാലും ഞാൻ കേറൂല ഗൈസ്. ഇപ്പൊ കാറിനുള്ളിൽ ഇരുന്നിട്ട് തന്നെ ഓക്സിജൻ ഇല്ല. സമ്മർ ആണെങ്കി ഒന്ന് നോക്കായിരുന്നു. പെട്ടെന്ന് കേറി വരുന്നു. ഇപ്പൊ പക്ഷെ തീരെ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഭയങ്കര കുറെ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ഭീകരം ഗൈസ്. നമ്മളങ്ങനെ ഇൻഡസ് റിവറിന്റെ സൈഡിലാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ
പേര് കിട്ടാൻ റീസൺ ആയിട്ടുള്ള റിവർ. ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ടിബറ്റിൽ നിന്നാണ്. എന്നിട്ട് നമ്മുടെ ലഡാക്ക് വഴി കയറി ഇത് നേരെ പോകുന്നത് പാകിസ്ഥാനിലോട്ടാണ്. പക്ഷെ ഇതിൻ്റെ കളർ കണ്ടോ ഗൈസ്, ഇവിടുത്തെ റിവറൊക്കെ അടിപൊളി കളറാണ് കേട്ടോ, സൂപ്പർ. ഇത് കണ്ടോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ടാങ്ക് ഓൾറെഡി ഫുള്ളാണ്. പക്ഷെ പിന്നെ നമ്മൾ പെട്രോൾ സ്റ്റേഷനിലെത്തി. എന്തോ ഇതാണ് കാരൂല് നമ്മൾ അന്ന് പറഞ്ഞ പെട്രോൾ പമ്പ്. നമ്മുടെ ഹിമാചലിന് വരുമ്പോൾ ഫസ്റ്റ് പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ ഫുൾ അടിക്കുകയാണ്. കാരണം പാങ്കോങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ പെട്രോൾ പമ്പ് ഉണ്ടോ എന്ന് അറിയില്ല. സോ വി ആർ ഫില്ലിങ് അപ്പ് ദ ഡീസൽ ടാങ്ക്. സോ ലെറ്റ്സ് സീ. അങ്ങനെ ഗൈസ് നമ്മൾ എന്താ പറയുക, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് റോഡ് കൺസ്ട്രക്ഷൻ ബൈ അവർ ബ്രോ നമ്മളെത്തി. ഇത് പാങ്കോങ് ലേക്കിലോട്ടുള്ള വഴിയാണ്. നമ്മൾ ചാങ്ല പാസ് വഴിയാണ് പോകുന്നത് ആക്ച്വലി. അപ്പോൾ നമ്മളിനി നോക്കട്ടെ ഗൈസ് എങ്ങനെയൊക്കെയാണ് റോഡെന്ന്. അപ്പോൾ നമ്മളൊരു ചെക്ക് പോസ്റ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ലെയിൻ്റെ പെർമിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ റീജിയണിൽ പോകുന്നുണ്ടെന്നുള്ള നമ്മൾ ആ പെർമിറ്റിനകത്ത് എടുക്കണം. അപ്പോൾ അങ്ങനെ അതിനകത്തെ കാരൂലോട്ട് കയറാനുള്ള പെർമിറ്റ് കാണിക്കേണ്ട സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ നമ്മുടെ ഓൺലൈനിലെടുത്ത ആ സ്ലിപ്പ് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണിച്ചു, എല്ലാം സെറ്റാണ്. നമുക്കപ്പോൾ ഫ്രണ്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ടെറൈനൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. കയറ്റം തുടങ്ങി മല കയറുവാണ്. ഇത് കണ്ടോ, താഴെ ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. വില്ലേജ് ഇതാണ് മറ്റേ ശക്തി വില്ലേജ് എന്ന് തോന്നുന്നു. അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്തോ ശക്തി വ്യൂ പോയിന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ടെറൈൻ ഫുൾ മാറിയല്ലേ, മരുഭൂമി പോലെയായല്ലേ പെട്ടെന്ന്. മലയും മരുഭൂമിയും. അതാട്ടോ നമ്മൾ പോകുന്ന റോഡ് ആക്ച്വലി പെട്ടെന്ന് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നുണ്ട് ആക്ച്വലി. ഫുള്ള് വളഞ്ഞ് പൊളിഞ്ഞ വഴി. ഇതേ പിന്നെയും അടുത്ത് മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി. ഇതൊക്കെ ഈ സൈഡിലൊക്കെ കാണുന്നത് ആക്ച്വലി പബ്ലിക് ടോയ്ലറ്റ്സ് ആണ്. ബ്രോ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ യൂസ് ഒന്നും ചെയ്തില്ല, പക്ഷെ എഴുതി വെച്ചിട്ടുണ്ട് റെസ്റ്റ് റൂം എന്നൊക്കെ പറഞ്ഞ്. ഇതെന്താ സോൽതക് ആർമി ക്യാമ്പാന്ന് തോന്നുന്നു അല്ലേ? അതെ, കുറച്ച് ദൂരത്തിന് ശേഷം ഒരു ക്യാമ്പ് ഉണ്ട്. അതെ, ഇവിടെയൊക്കെ ഇത് കാണുമ്പോഴാണ് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് അല്ലേ. എന്തോ ഒരു ആശ്വാസം ഇപ്പൊ ഈ ആർമി ക്യാമ്പൊക്കെ കാണുമ്പോ. സത്യം. JCB ഒരു ബോർഡ് കാണുന്നുണ്ടല്ലോ. എത്രയും നമ്മൾ 16,500 ഫീറ്റ് ആയി ഗൈസ്. നമ്മളങ്ങനെ അത്ര ഹൈറ്റ് ആയല്ലേ, പെട്ടെന്നായി. വാവ്. എൻ്റെ മോനെ അടുത്ത പാസ് ചാങ്ല പാസ് എത്തി ഗൈസ്. നമ്മൾ 17,688 ഫീറ്റ്. 17,000. എൻ്റെ മോനെ പൊളി. ഇവിടെ എന്തായാലും ഇറങ്ങാൻ പറ്റും തോന്നില്ല. പക്ഷെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഭയങ്കര കാറ്റാ അല്ലേ, നല്ല കാറ്റാ. പൊളി കേട്ടോ. ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ. ഇതെനിക്ക് പാങ്കോങ് ലേക്കിൽ വൺ ഓഫ് ദി ടോപ്പസ്റ്റ് ഇതാണ്, ഹൈയസ്റ്റ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ സമയം 2:30 നമ്മുടെ ഇനി 2 മണിക്കൂറും കൂടെ ആണ് കാണിക്കുന്നത്. 81 കിലോമീറ്ററും കൂടെ 4:45 പറയുന്നത്. നമ്മൾ ആക്ച്വലി ലഞ്ച് കഴിച്ചിട്ടില്ല. നമുക്ക് കുറച്ച് ഇടയ്ക്ക് ബ്ലോക്ക് കിട്ടിയല്ലോ. അപ്പം അവിടെ ഒരു 35-40 മിനിറ്റ്സ് നമ്മുടെ പോയി. ഇനി ഓൺ ദ വേ അങ്ങനെ ഒരു വലിയ ടൗൺ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ. ഭയങ്കര റിമോട്ട് ഏരിയ ആണ്. അപ്പോൾ ഇനി മോസ്റ്റ് പ്രോബബ്ലി ഹോട്ടലിൽ എത്തിയിട്ടായിരിക്കും ഫുഡ് കിട്ടാൻ പോകുന്നത്. നല്ല തലവേദന എടുക്കുന്നുണ്ട് എനിക്ക്, വിശന്നിട്ടാന്ന് തോന്നുന്നു. പിന്നെ അത്യാവശ്യം ഹൈറ്റ് നമ്മൾ പിന്നെയും 17,000 ഫീറ്റിലോട്ട് നമ്മൾ കയറി. പിന്നെ വി ആർ ഡിസെൻഡിങ് അഗൈൻ 13,000. ഓ നോക്കട്ടെ, ഏതെങ്കിലും കുഞ്ഞിക്കടകള് കിട്ടുമോ നോക്കട്ടെ. ഇത് കണ്ടോ, കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. ഇവിടുത്തെ എല്ലാ റോക്കിലും ഇങ്ങനെ റെഡ് ഇങ്ങനെ ഇത് കണ്ടോ, ആരോ ചവച്ച് തുപ്പിയിട്ടിരിക്കുന്ന പോലെ. ഇത് ഫുള്ള് റെഡ് കളർ.
ഇത് ഏതോ ഒരു നദിയാ, ഫുൾ ഫ്രീസ് ആയിട്ട് നിക്കുക. ലേക്കാണ് താഴത്തോട്ട് ഒഴുകൂലല്ലോ, അറിഞ്ഞൂടാ. ഇനി റേഞ്ചുള്ള സ്ഥലം വന്നിട്ട് വേണം നോക്കാൻ. നല്ല രസമുണ്ട് കാണാൻ. കുതിര കുതിര കുറെ കുതിരകൾ, വൈൽഡ് കുതിരസ്. അവിടെ ഒരു വെള്ള കുതിര നിൽക്കുന്നുണ്ട്. ഗൈസ്, സമയം 3:10 നമ്മൾ പാങ്കോങ്ങിലേക്ക് പോകുന്ന വഴി ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടു, ഹോട്ടൽ ദ ദുർബുക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ കയറുകയാണ്. എന്താ കിട്ടുകയെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതാണ് ഹോട്ടൽ ഗൈസ്. ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിച്ചാലേ ദേവുമോക്ക് എനർജി വരുള്ളൂ എന്നാണ് പറഞ്ഞത്. കിടന്നു ഉറങ്ങുമായിരുന്നു ദേവുമോൾ ഇത്രയും നേരം. അപ്പോൾ 2 മിനിറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ദേവുമോളെ നമുക്ക് എണീപ്പിക്കാം. എനിക്കെന്റെ ഫുഡ് വേണം. എന്താണ് അത് നോക്കുന്നത്? നെയ്ച്ചോറും ചിക്കൻ കറി. ഫ്ലാസ്ക് ആണെന്ന് തോന്നല്ലേ, ഹോട്ട് വാട്ടർ. മൈ ഗോഡ്, അടിപൊളി. ആവി പാറുന്ന വെള്ളം, നമ്മുടെ ചൂട് ചൂട് എഗ് നൂഡിൽസ് എത്തിക്കുക. ഒരു സെക്കൻഡ് എഗ് മാഗി, സോറി, ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്ത് രണ്ടുപേരും കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 10-15 മിനിറ്റിന് ശേഷം അടുത്ത സെറ്റ് ഓഫ് മാഗി വന്നു. ചൂട് വെച്ചിട്ട് അറിയുന്നുണ്ടോ, അപ്പം ഉണ്ടാക്കി തന്നത് പോലും കഴിച്ചിട്ട് നമുക്ക് വാ പൊള്ളുന്നില്ല. നല്ല സുഖം. അങ്ങ് ദൂരെ എന്താ കാണുന്നതെന്ന് കണ്ടോ ഗൈസ്? അയ്യോ, ചെമ്മരിയാട്, പശു ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. എന്തോ ഇത്, അയ്യോ ഒത്തിരി ഉണ്ട്. ഒരാളെന്ത് നടന്നു പോകുന്നുണ്ട് കണ്ടോ? ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലേ? അയ്യോ ഭീകരം കേട്ടോ. എന്തൊരു ആ ടെറൈനൊക്കെ കണ്ടോ, എന്തൊരു ലോൺലി ആയിട്ടുള്ള പ്ലേസാണ്. പക്ഷെ അയ്യോ, ഒരു ആട്ടിടയൻ നടന്നു പോകുന്നുണ്ട്. ഫസ്റ്റ് വ്യൂ ഓഫ് പാങ്കോങ് ലേക്ക്. ഫ്രീസ് ആയിട്ടില്ലെന്നാണ് വിശ്വസിക്കുന്നത്. അടിപൊളി അടിപൊളി. ലേക്ക് കണ്ടെങ്കിലും നമ്മൾ കറങ്ങി പോണം മെയിൻ സ്ഥലത്തേക്ക് എത്താനായിട്ട്. വെൽക്കം ടു മോഡൽ വില്ലേജ്. പാങ്കോങ് ലേക്കിന്റെ സ്റ്റാർട്ട്. പാങ്കോങ് ലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പാങ്കോങ് ലേക്ക് നോക്കൂ ഗൈസ്, വെള്ളം തുടിയായി തുടിക്കുന്നത് നോക്കൂ. വേറെയുള്ള എല്ലാ വെള്ളവും ഐസായിട്ടും ഇവിടെ വെള്ളം തന്നെയാണ് ഗൈസ്. വ്യത്യാസം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പവർ ഓഫ് സോൾട്ട്. I think it's because of salt water. Yes. എന്തായാലും നല്ല ഭംഗിയുണ്ട്, നല്ല ബ്യൂട്ടിയാണ്, നല്ല രസമാണ് ഗൈസ്. ബൂത്തി ഇത് കണ്ടോ ഗൈസ്, ഇവിടെ സ്കൂട്ടറിന് 50 രൂപ, ഡ്രസ്സിന് 100 രൂപ, ബംസിന് 40 രൂപ. പക്ഷെ ഇവിടെ നമ്മൾ 3 പേരും അല്ലാതെ ഈ പരിസരത്ത് തന്നെ ആരുമില്ല. ഈ കോട്ടേജൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന കോട്ടേജസാ. നമ്മൾ കുറെ ഫോട്ടോസ് എടുക്കട്ടെ ഫ്രീ ആയിട്ട്. ചുറ്റും ഹിമാലയൻ മൗണ്ടൻസും അതിൻ്റെ ഒത്തതടക്ക് നമ്മുടെ പാങ്കോങ് ലേക്കും. ഈ പാങ്കോങ് ലേക്കിൽ നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ ഫ്രണ്ടിലോട്ട് അങ്ങ് നീന്തി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചൈന എത്തും. ഈ പാങ്കോങ് ലേക്കിൻ്റെ ആക്ച്വലി മെജോറിറ്റി ചൈനയിലാണ്. ഇന്ത്യ ചൈന ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ ലേക്കാണെങ്കിൽ ഒരു ഡാം പോലെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ലെങ്ത്തിൽ ഇങ്ങനെ മൗണ്ടൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഡാമല്ല, ഇത് നാച്ചുറൽ ലേക്ക് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഓഷനായിട്ടോ ഒരു സീ ആയിട്ടോ ഒന്നും ഇത് മേർജ് ആവുന്നില്ല. ഇതിങ്ങനെ ഈ മലയുടെ മേളിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുവാണിത്. അങ്ങനെ നമ്മൾ മാൻ എന്ന് പറഞ്ഞൊരു വില്ലേജിലെത്തി. അവിടെയാണ് നമ്മുടെ ഹോം സ്റ്റേ.
ഇനി വരും 700 മീറ്ററും കൂടെ. സമയം സമയം 5:45. 5:40 അതെ, പക്ഷെ ഫുള്ള് ഇരുട്ടി. ഒരു 6:30-7 മണി പോലെ ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ സ്റ്റേ മാൻ വില്ലേജ്. സ്റ്റേയിലേക്ക് പോകുന്ന റൂട്ടാണ്. കടല പോലെ തിരയടിക്കുന്ന കണ്ടോ? കണ്ടോ? നമ്മളെ പറ്റിച്ചോ ഗൈസ്? ടേസ്റ്റ് ചെയ്താലോ? നമ്മളെ പറ്റിച്ചതാണ് ഗൈസ്. പാങ്കോങ് സീ ആണ്, സീ. നല്ല ടാക്സി. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ പാങ്കോങ് ഹൗസ്. ഇപ്പോ നാഷ് പറഞ്ഞ പോലെ ഹോം സ്റ്റേ ആണ്. ഇവിടെ 4 റൂംസ് ഉണ്ട്. ബാക്ക് ഡ്രോപ്പില് ആസ് യൂഷ്വൽ മഞ്ഞുമലകളാണ് കാണുന്നത്. ഇതില് കാണില്ല, നാളെ രാവിലെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ റൂം സ്റ്റേ എന്ന് തോന്നുന്നു. ഗൈസ്, നമ്മുടെ പാങ്കോങ്ങിലെ റൂമാണ്. ഇവിടെ ഇപ്പോൾ -5 ഡിഗ്രിയാണ്, അതായത് 6 മണിയും കൂടെ ആയിട്ടില്ല ഗൈസ്. നല്ല ഇരുട്ടുമായി. ഇത് ഹീറ്ററാണ്, പക്ഷേ ഹീറ്ററിനോടുള്ള ചൂടൊന്നും ഇപ്പോൾ കാണുന്നില്ല. നോക്കട്ടെ, അവരുടെ അടുത്തൊന്ന് പറയണം. ബാക്കിയെല്ലാം അടിപൊളിയാണ് സത്യത്തിൽ. റൂമും ഇതെല്ലാം കൂടെ ഇന്ന് ഇവിടെ നമ്മൾ പാക്കേജ് പോലെ എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇന്ന് രാത്രിത്തെ ഡിന്നറും നാളെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ നമുക്ക് കിട്ടിയത് 5200 ആണ്, അതായത് 3 പേർക്കും കൂടെ. ഇവിടെ പുറത്തെ വ്യൂ നോക്കാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോ ഗൈസ്, ഫുള്ളി ടൈപ്പിംഗ്. നാളെ കാണിച്ചു തരാം. നമ്മുടെ റൂമിൻ്റെ ഇവിടെ തന്നെയാണ് നമ്മുടെ ബാത്റൂമും ഉള്ളത്. നല്ല നീറ്റൊക്കെയാണ്. പക്ഷെ ആകെയുള്ളൊരു പ്രശ്നം, വെള്ളം മൊത്തം ഫ്രീസാവും. സോ നമ്മൾ ഇതിനകത്ത് ബക്കറ്റുണ്ട്, അതിൽ നിന്ന് വെള്ളം യൂസ് ചെയ്യണം. അല്ലാതെ ഫ്ലഷൊന്നും വർക്ക് ചെയ്യത്തില്ല. സോ അതൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും വലിയ കുഴപ്പമില്ല. നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്താണ് ബാക്കി റൂംസൊക്കെ ഉള്ളത്. നമ്മുടെ ഹോസ്റ്റന്നെ നമ്മുടെ തണുപ്പ് കൊണ്ട് തന്നെ ചായയൊക്കെ കൊണ്ടുവന്നു. 3 ചായയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഹീറ്റർ ഓൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ആശ്വാസം എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. കമ്പാരിറ്റീവ്ലി ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ ദേവു? ഫസ്റ്റ് ഒരു 10-15 മിനിറ്റ് പ്രശ്നമുള്ളൂ. നമ്മളൊന്ന് റൂമിനകത്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. അതെ, വലിയ -6 ആയി. ഫീൽസ് ലൈക്ക് -9 ആണ്. ഈ ലേക്കിന്റെ അടുത്തായതുകൊണ്ട് ഭയങ്കര കാറ്റ് വീശുന്നുണ്ട്. തണുപ്പ് ഭയങ്കരമായിട്ട് നമുക്ക് കൂള് തോന്നും. പക്ഷെ സ്റ്റിൽ നമ്മള് -15 വരെ നിന്നോണ്ട് വലിയ കുഴപ്പമില്ല. ആദ്യത്തെ ഒരു ട്രാൻസിഷൻ മാത്രമേ കുറച്ച് പ്രശ്നമുള്ളൂ. ഓക്കെ ആവും. പിന്നെ ഇവിടെ ചപ്പലിടാൻ പറ്റില്ല ഗൈസ്, സോക്സ് ആണ്. കാരണം ഇവിടെ എന്താ പറയാ, ലൈക്ക് എന്താണ്, ഹൗസ് ആയതുകൊണ്ട്, അതായത് നമ്മൾ എന്താ പറയാ, മറന്നുപോയല്ലോ, സ്റ്റേക്കേഷൻ. അതെ, ഹോം സ്റ്റേ ആയതുകൊണ്ട് ചപ്പൽ ഊരി കയറ്റാൻ പറ്റില്ല. ചപ്പലൊന്നും ഇവിടെ വെച്ചിട്ടുമില്ല, ഞാൻ നോക്കിയായിരുന്നു. അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആണ് ആക്ച്വലി. വെക്കാൻ അതെ, ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഒരു പ്രശ്നമാണ്. ഇൻഡോർ ഒരു ഇത് വെക്കാമായിരുന്നു, അറിയില്ല, നോക്കട്ടെ. നമ്മുടെ കെയർ ടേക്കർ അങ്ങനെ ഹീറ്റർ ഓൺ ആക്കുകയാണ് ഗസ്. ഇത് ഇലക്ട്രിക് ഒന്നും അല്ല, കെറോസിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഫുൾ ടൈം ഓണാക്കി വെച്ച് നമുക്ക് കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഇത് ഓഫ് ചെയ്യണം. പിന്നെ കുറേ നേരം റൂമിൽ ഇങ്ങനെ വെക്കാൻ പാടില്ല. നമ്മുടെ ഒന്നാമത് ഓക്സിജൻ കുറവാണ്. അപ്പം അതുകൊണ്ട് പറ്റുന്ന അത്ര ചൂടാക്കണം റൂം. അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകണം. സമയം 8 മണിയായി. ഡിന്നർ റെഡിയായെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചു. ഇതാണ് ഇവിടെ ഭാഗത്തിന് ഹീറ്ററൊക്കെ ഉണ്ട് ഗൈസ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരിക്കും.
വെൽക്കം ടു ദി ഒതന്റിക് ബുഫേ ഓഫ് പാങ്കോങ് ഹൗസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൊമാറ്റോ സൂപ്പ്, ടേസ്റ്റി ടൊമാറ്റോ സൂപ്പ്. ഇന്ന് ഉച്ചക്കും കൂടെ നമ്മൾ പറഞ്ഞുള്ളൂ ടൊമാറ്റോ സൂപ്പിൻ്റെ ഒരു രസമായിരുന്നു. ദെൻ വി ഹാവ് റൈസ്, വൈറ്റ് റൈസ്. ഗുഡ്. Then we have dal fry. Then we have aloo ki sabzi, അതായത് പൊട്ടറ്റോ കൂട്ടാൻ. Then we have egg curry, ലണ്ട കറി. പിന്നെ ലഡാക്ക് സ്പെഷ്യൽ ടിമോ. ഇത് ദാലുമായിട്ട് കഴിക്കണം എന്നാണ് നമ്മുടെ കെയർ ടേക്കർ ചേട്ടൻ പറഞ്ഞത്. കഴിച്ചു നോക്കാം. പിന്നെ സലാഡായിട്ട് ടൊമാറ്റോ ധാരാളം. അപ്പോൾ ഇപ്പോൾ സമയം 10:30, ഇവിടെ -10 പുറത്ത് ടെമ്പറേച്ചർ. പക്ഷെ നമ്മുടെ റൂമിനകത്ത് മറ്റേ കെറോസിൻ്റെ ഹീറ്ററുണ്ട്, അതേപോലെ ബെഡിലും ഹീറ്ററുണ്ട്. അതെ, അല്ലാതെ റൂമിനകത്ത് ഭയങ്കരമായിട്ട് തണുപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഹീറ്റർ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ 11 വെള്ളം ഫ്രീസ് ആവും. ഈ വെള്ളം വരുന്ന പൈപ്പ് ഫ്രീസ് ആയത് കാരണം നമ്മുടെ വാഷ്റൂമിലൊന്നും വെള്ളം വരില്ല. അപ്പോൾ ഒരു ടെമ്പററി ഒരു സെറ്റപ്പിൽ വെള്ളം പിടിച്ചു വെച്ചിരിക്കുക. നാളെ നമുക്ക് ചൂടുവെള്ളം കിട്ടും. അതേപോലെ തന്നെ ഇവിടെ 11 മണിയാകുമ്പോൾ കറണ്ട് പോകും. സോ അതുവരെയൊക്കെ ഉള്ളൂ ഈ ചൂടും ഒക്കെ. അപ്പോൾ രാത്രിയിൽ ഹോപ്പ്ഫുള്ളി നമ്മൾ അറിയില്ല എന്നാണ് വിചാരിക്കുന്നത്. ഓൾറെഡി ബെഡൊക്കെ നല്ല വാമായി. സോ വലിയ കുഴപ്പമില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ വലിയ കുഴപ്പം കാണില്ല. രാത്രി നല്ല ഡിന്നറുമായിരുന്നു. നല്ല ഡിന്നറായിരുന്നു. എന്താ പറയാ, ലൈക്ക് ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചോറും ദാല്, പൊട്ടറ്റോ ഫ്രൈ, എല്ലാം നല്ലതായിരുന്നു. ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പാങ്കോങ് ലേക്കിന്റെ വിശേഷങ്ങൾ. സോ അതെ, അപ്പോൾ നാളെ രാവിലെ നമ്മൾ ലേക്കിന്റെ ഇവിടുത്തെ റൂമിന്റെ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. സ്റ്റാറി നൈറ്റാണ് പുറത്ത്, പക്ഷെ അതേപോലെ തന്നെ മൂണുണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം ക്യാമറയിൽ അങ്ങനെ കിട്ടുന്നില്ല. സോ അപ്പോൾ നാളെ രാവിലെ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.